എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യം പ്ലീസ് ഞാൻ പറയല്ലേ മറുപടി പ്ലീസ് ഞാൻ പറയല്ലേ അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയല്ലേ. ഞങ്ങൾ എന്റെ അടക്കമുള്ള എല്ലാ റിമൂവ് ചെയ്യാണ് മുഖ്യമന്ത്രിമാരുടെ പലരും. അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ആണോ എന്താണെന്ന് വ്യക്തമല്ല. അത് നിങ്ങൾ അത് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിന്റെ കൂടെ സർക്കാർ ഉണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്. കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും മെറ്റ കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എന്താ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു മൂടനാണോ ഞാൻ? നിങ്ങളെന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളോട് ഏറ്റവും കൂടുതൽ ബഹുമാനത്തിലും ആദരവിലും സൂചിപ്പിക്കട്ടെ, നമ്മൾ നിങ്ങളോട് വ്യക്തിപരമായി യാതൊരു വിധത്തിലുള്ള വ്യക്തിവിരോധമോ വെറുപ്പോ നിങ്ങളോടില്ല. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. നിങ്ങളുടെ ഭരണ പോരായ്മകളെക്കുറിച്ച് പറയാറുണ്ട് ആശയപരമായിട്ട്. പക്ഷെ ഇപ്പൊ സംഭവിക്കണം എന്താ പറയുക, ഞങ്ങൾ വളരെ ഖേദകരം എന്ന് പറയട്ടെ, ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെതെന്ന് പറയുന്ന ആളുകളെ നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത നടപടി ഉണ്ടല്ലോ, അതിൻ്റെ പോസ്റ്റർ വരെ ഇന്ത്യയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, സത്യം ഞാനീ പറയുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കേസ്, അതായത് കാണാതായ മത്സ്യത്തൊഴിലാളി അത് സർക്കാരിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞ വിഷയത്തിലെ പോസ്റ്റർ പോലും അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിങ്ങളോട് പറയണത് എന്താ അറിയോ, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നമുക്കിതിനെക്കുറിച്ച് ഒരു അറിവില്ല. പക്ഷെ ഇത് വലിയൊരു വിപത്തായി മാറിയിട്ടുണ്ട്. ഇത് ശരിയല്ല. നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഇത് നാളെ നിങ്ങൾക്കും ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. ഈ കേരളത്തിൽ നിന്ന് മെറ്റയ്ക്ക് ഒരു കത്താരോ അയച്ചിട്ടുണ്ട്. അതൊരു അതോറിറ്റി അയക്കാനാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങളോട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ നിലക്ക് തന്നെ അതാരാണ്, അതല്ലാതെ ഇതിനൊരു ഓപ്ഷൻ പോലും, എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ നിരോധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഓപ്ഷൻ പോലും, മറുപടി പോലും മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടണില്ല. അപ്പൊ ആ കോലത്തിൽ ഇതിനെ ബ്ലോക്ക് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? മെറ്റയ്ക്ക് എന്തിനാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ വിഷയങ്ങളെ പ്രതിപക്ഷ നേതാവാകട്ടെ അല്ലെങ്കിൽ മറ്റു ഇതേപോലെ രാഷ്ട്രീയ നിരീക്ഷകരാകട്ടെ ഇവർ പറയുമ്പോൾ എന്തിനാണ് ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്യണത്? ഇന്ത്യയിൽ മാത്രം ബ്ലോക്ക് ചെയ്യണത് എന്താണ്? ആലോചിച്ച് നോക്കൂ. ഈ വേൾഡ് മുഴുവനുമുള്ള മെറ്റ, അതില് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ച് പറയുമ്പോ എന്തിനാണ് അവരത് ബ്ലോക്ക് ചെയ്യണത്? അതിന് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേരളത്തിൽ നിന്ന് തന്നെ അതിലേക്കൊരു ഇടപെടൽ നടക്കാതെ ഈ സംഭവം നടക്കൂല. അത് നിങ്ങൾ കത്തയക്കുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കത്തയക്കണം. ആ കത്ത് നിങ്ങൾ പുറത്തു വിടണം. ആ കത്തിനുള്ള മറുപടിയും നിങ്ങൾ പുറത്തു വിടണം. കാരണം ഞങ്ങളെപ്പോലെയുള്ള നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം രാഷ്ട്രീയ പാർട്ടികൾ മുഴുവനും, മതസംഘടനകൾ മുഴുവനും, ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഇതിനെക്കുറിച്ച് അറിയണ്ടേ? അതല്ലാതെ നിങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന അത്തരം വാർത്തകൾ ആശയപരം, നിങ്ങളാരെയും തെറി വിളിക്കണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ വേറെ എന്തെങ്കിലും വേണ്ടാത്തത് പറയുന്നുണ്ടോ? നിങ്ങളെ വ്യക്തിഹത്യ നടത്തുന്നുണ്ടോ? ഇതൊന്നുമില്ല. പക്ഷെ ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ മാധ്യമങ്ങൾ തന്നെയാണല്ലോ. അപ്പൊ ആ നിലക്ക് ഭരണഘടന അനുവദിച്ച് നൽകുന്ന മാന്യമായ വിയോജിക്കാനുള്ള ആ മൗലികമായ അവകാശത്തെ ഈ കേരളത്തിൽ നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാമ്പുറത്ത് ഈ കറുത്ത കൈകൾ ഉണ്ടോ എന്ന് നിങ്ങൾ കത്തയച്ചാൽ, സർക്കാർ കത്തയച്ചാൽ മെറ്റ കൃത്യമായി നിങ്ങളോട് പറയും, ഞങ്ങളോട് പറയണില്ല. നിങ്ങൾ കത്തയച്ചാൽ അതിനൊരു മറുപടി കിട്ടും. ആ മറുപടി എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് പറയണം നിങ്ങൾ. എന്നാൽ നിങ്ങളോടുള്ള ഈ പറയുന്ന തെറ്റിദ്ധാരണയും മാറിക്കിട്ടുമല്ലോ. അതും ഒരു ഗുണകരമായ ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരവസ്ഥയാണ്, സത്യമായൊരവസ്ഥയാണ്. ഇത് ഞാൻ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മാസം തന്നെ
ഏകദേശം ജന്തർ മന്ദിർ മുതൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കാലികപരമായ വിഷയങ്ങളെ പോലും പറയുന്ന വാർത്തകളെ നീക്കം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പിന്നാമ്പുറത്ത് നല്ല ഒരു എഴുത്തൊരു കത്ത് അതേ രീതിയിൽ തന്നെ മെറ്റക്കൊരു ഇൻഫർമേഷൻ ആരോ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാറണമെങ്കിൽ സർക്കാർ കത്തയച്ച് ഈ നിലക്ക് അതിന്റെ മറുപടി പൊതുസമൂഹത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലാതെ ഇതിനെന്തോ ഒരു ഇടപെടൽ നടത്താതെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവങ്ങൾ വളരെ ഖേദകരമാണ്. ഇന്നലെ പോലും ഈ പറയുന്ന വിഷയങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആർക്ക് വന്നാലും ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കൽ നിർബന്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു.